ഗുഡ് മോർണിംഗ്. രജിത ബാലുവാണേ. തട്ടും തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സേഫായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണു. ഞാനും ഇവിടെ സേഫാണ് കേട്ടോ. ഞാൻ ഈ ആഴ്ചയിലേക്കുള്ള വീഡിയോസ് ഒന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഗാർഡനിൽ കണ്ട ചെറിയൊരു കാഴ്ച ഒന്ന് നിങ്ങളും കൂടെ കണ്ടോട്ടെ എന്ന് കരുതിയിട്ട് ഷെയർ ചെയ്യണേ. അപ്പോൾ പ്രത്യേകിച്ച് അതിശയിക്കാനോ കൂടുതൽ വാവെന്ന് പറയാനോ ഉള്ള ഒരു വീഡിയോ അല്ല. എന്നിരുന്നാലും എനിക്ക് മനസ്സിന് കണ്ടപ്പോൾ തോന്നിയ ഒരു കൗതുകം അല്ലെങ്കിൽ ഒരു സന്തോഷം ആണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യണേ. ഈ ഒരു റോസാപ്പൂവ് ശ്രദ്ധിച്ചില്ലേ? ബഡ്സ് റോസാണ് കേട്ടോ. പിങ്ക് കളറിലുള്ള ബഡ്സ് റോസ് ഒരു നോർമൽ പൂവ് തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല വലിപ്പത്തിൽ താമരപ്പൂവിൻ്റെ ഇതളുകൾ പോലെയാണ് കേട്ടോ. എന്താ പറയുക, എൻ്റെ ഉള്ളം കൈ നിറയെ ഉണ്ട് കേട്ടോ. വീഡിയോയിൽ എത്രത്തോളം അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ആ സെയിം ബഡ്സ് റോസിൽ വിരിഞ്ഞ പൂവാണ് ഇത്. വിരിയണ സമയത്ത് ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ. 3 ദിവസത്തോളം ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്നില്ല. അന്നേരം വിരിഞ്ഞതാണ് ഇതേ. അതുകൊണ്ട് തന്നെ ഫ്രഷ് ആയിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ എന്ന് കരുതി ഞാൻ വീഡിയോ എടുത്തില്ല. പക്ഷേ ഇന്ന് 8ാം ദിവസമാണ്. 8 ദിവസമായിട്ടും അത് കൊഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും വളരെ സ്ട്രെങ്ത് ആയിട്ട് നിൽക്കണു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അതൊന്ന് ഷെയർ ചെയ്യാന്ന് കേട്ടോ. അപ്പോൾ ഇത് നിൽക്കണ കണ്ടില്ലേ? താമരയുടെ ഇതളുകൾ പോലെ മാത്രമല്ല, അതിൻ്റെ ഒരു കനം, അതിൻ്റെ ഒരു ഭാരം കാരണം ചെടി തൂങ്ങിയിട്ടാണ് നിൽക്കണത്. ഇതേപോലെ സ്റ്റഡിയായി നിന്നിരുന്ന ഒരു പൂവ് ഇപ്പം നിൽക്കണ കണ്ടില്ലേ? അതിന് കാരണം ഒരു പക്ഷേ ഈ ഒരു യെല്ലോ ചെമ്പരത്തിയും അതുപോലെ തന്നെ ഒരു റെഡ് ചെമ്പരത്തിയും കൂടി ഉണ്ട് കേട്ടോ. വേറൊരു വെറൈറ്റിയാണ്, ഹൈബ്രിഡ് ചെമ്പരത്തികളാണത്. ഒരു പക്ഷേ ഇതിൽ നിന്നും നമ്മുടെ ചിത്രശലഭങ്ങൾ ആയിരിക്കാം ഈ ഒരു കുസൃതി ഒപ്പിച്ചിട്ടുണ്ടാവുക അല്ലേ? അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ എന്തോ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയിട്ടാണ്. കാരണം നല്ല വലിപ്പത്തിൽ നോക്കി എൻ്റെ കൈ നിറയെ ഉണ്ട് കേട്ടോ അത്. പക്ഷെ എനിക്ക് ഫ്രഷ് ആയിട്ട് എടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. പിന്നെ ഈ ഒരു സന്തോഷം, ഇത്ര നാളായിട്ട് ഇത്ര ഭംഗിയിലാണ് അത് നിൽക്കുന്നത്. ഇപ്പം ഞാനിങ്ങനെ പിടിച്ചപ്പോൾ മാത്രമാണ് 1-2 ഇതളുകൾ എൻ്റെ കയ്യിലേക്ക് വന്നുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ പ്രകൃതി പലപ്പോഴും നമ്മൾ അതിശയിപ്പിക്കാറുണ്ട്, ചിരിപ്പിക്കാറുണ്ട്, സന്തോഷിപ്പിക്കാറുണ്ട്. ഈ ഇടയായിട്ട് നമ്മളെ വേദനിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്കൊന്നും അറിയില്ല അല്ലേ? പ്രകൃതി നിയമങ്ങളെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ഞാൻ പ്രകൃതിയുടെ വലിയൊരു ആരാധികയാണ് കേട്ടോ. വിഷമഘട്ടങ്ങൾ എപ്പോഴും നമുക്ക് ഒരേപോലെ ഇല്ലല്ലോ. വിഷമങ്ങളും നേരിടുന്നേ വേണ്ടേ? അപ്പോൾ എല്ലാത്തിനായിട്ട് സർവേശ്വരൻ നമുക്ക് ശക്തി തരട്ടെ. എല്ലാത്തിനും സന്തോഷിക്കണോ പോലെ തന്നെ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാനുമുള്ള ശക്തി തരട്ടെ എന്ന പ്രാർത്ഥനയോടെ